നൂറുകണക്കിന് വർഷങ്ങൾക്കു മുമ്പ് യുദ്ധസമയത്ത് ആക്രമണത്തിൽ ദക്ഷിണേന്ത്യയിലുടനീളമുള്ള നിരവധി ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രം പോലും അതിൽ നിന്ന് ഒഴിവായിരുന്നില്ല. ഭക്തർ ഭയപ്പെട്ടു. ഇഷ്ടദേവനെ രക്ഷിക്കണം എന്ന ചിന്തയിൽ അവർ വിഗ്രഹം സുരക്ഷിതമായി മറച്ച് ക്ഷേത്രം പൂട്ടി ഉപേക്ഷിച്ചു. വർഷങ്ങളോളം ആ ക്ഷേത്രം ശൂന്യമായിരുന്നു. ആനയില്ല, അർച്ചനയില്ല, ഭക്തരില്ല. പക്ഷേ ഒരു വിചിത്രമായ കാര്യം പലരും ശ്രദ്ധിച്ചു. ശ്രീകോവിലിനുള്ളിലെ വിളക്ക് ഇപ്പോഴും കത്തിക്കൊണ്ടിരുന്നു. ദൈവം തന്റെ ഭവനം വിട്ടുപോകാൻ വിസമ്മതിച്ചതുപോലെ. വർഷങ്ങൾക്കുശേഷം യുദ്ധം അവസാനിക്കുകയും പുരോഹിതന്മാർ ക്ഷേത്രം വീണ്ടും തുറക്കുകയും ചെയ്തു. വിളക്ക് ഇപ്പോഴും കത്തുന്നതായി മാത്രമല്ല, കൂടാതെ അവിടെ മുഴുവൻ തുളസിയിലകളുടെയും ചന്ദനത്തിന്റെയും സുഗന്ധം കൊണ്ട് നിറഞ്ഞിരുന്നു. നാട്ടുകാർ വിശ്വസിച്ചു, ഇപ്പോഴും ചെയ്യുന്നു. ഭക്തർ ഉപേക്ഷിച്ചപ്പോൾ പോലും ശ്രീകൃഷ്ണൻ ഒരിക്കലും ഗുരുവായൂർ വിട്ടുപോയില്ല. ആചാരങ്ങൾ നിർത്തുമ്പോൾ യഥാർത്ഥ ഭക്തി അവസാനിക്കുന്നില്ല. കിടാവിളക്ക് പോലെ ഭക്തി എന്ന ജ്വാല എന്നും കത്തിക്കൊണ്ടിരിക്കുന്നു. കാഴ്ച കേൾവിക്ക് അപ്പുറം ആത്മാവിൽ.